അപ്പോ ഈ വരുന്ന മാർച്ച് 31 വൈകിട്ട് 7 മണിക്ക് ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ് നമ്മുടെ AFC ഏഷ്യൻ കപ്പിന്റെ ക്വാളിഫയേഴ്സ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും മാച്ച് കാണണം മാച്ച് അറ്റൻഡ് ചെയ്യണം. കൊച്ചിയിലാണ് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കൊച്ചി. അപ്പോൾ എല്ലാവരും മാച്ചിന് പോവുക. അപ്പോൾ മാച്ചിന് പോകുമ്പോൾ ഇന്ന സംഭവമാണ് ടിക്കറ്റ് എങ്ങനെ കിട്ടുന്നില്ലത്. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റ് ജീനി എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് ഇതിന്റെ സംഭവങ്ങളുള്ളത്. അതായത് ഈ ഒരു ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു ആപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേഡിയത്തിന്റെ ഏത് ഭാഗത്താണ് സീറ്റ് വേണ്ടത് അതൊക്കെ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഏത് ഭാഗത്താണ് സീറ്റ് വേണ്ടത്, ഏതൊക്കെ റേറ്റ് ആണ് ഓരോ സീറ്റിനും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയിട്ട് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ ബുക്കിംഗ് കാര്യങ്ങൾ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം ഈ ഒരു ആപ്പിലൂടെ തന്നെയായിരുന്നു നമ്മുടെ സൂപ്പർ ലീഗ് നടക്കുന്ന സമയത്തും ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു മത്സരത്തിന് ടിക്കറ്റ് ജീനിയിലൂടെ ബുക്ക് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ആപ്പ് സെറ്റാണ്, കാര്യങ്ങളാണ്, നമുക്ക് ഈസി ആയിട്ട് ആപ്പ് യൂസ് ചെയ്യാവുന്നതുള്ള ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം മുതലെടുക്കാം. ഇന്ത്യന്റെ കളി 10 വർഷത്തിന് ശേഷമാണ് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ 2015 കൊച്ചിയിൽ വന്നപ്പോൾ അന്ന് വെറും 3000 ആളുകൾ മാത്രമുള്ളൂ കളി കാണാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. നമുക്ക് തീർച്ചയായും നല്ല രീതിയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. ഒരുപക്ഷെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലും ഇന്ത്യയിൽ വരുന്ന മത്സരങ്ങളിൽ കൊച്ചിയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കൊല്ലത്തെ ISL ഏതായാലും അവിടെ പോയി കാണുന്നത് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടിങ്ങും അല്ല. പക്ഷെ ഇന്ത്യന്റെ കളി നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഏതായാലും ഞാൻ പോകുന്നുണ്ട്, ഇന്ത്യ ഏട്ടനും ഉണ്ട് ഇവിടുന്ന് മലപ്പുറത്തുനിന്ന്. നമ്മുടെ മലപ്പുറം അൾട്രാസ്, നമ്മുടെ മലപ്പുറം FCയുടെ മലപ്പുറം അൾട്രാസിന്റെ കൂടെ ബസ്സിലായിരിക്കും ട്രാവൽ ചെയ്യുക. അതിന്റെ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 550 രൂപയാണ് ടിക്കറ്റ് പ്ലസ് ബസ് ചാർജ് ആയിട്ട് അവര് മേടിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഓപ്ഷന് കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ടിക്കറ്റ് ജീനിയിൽ പോയിട്ട് എല്ലാവരും മാക്സിമം ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് കളി കാണാൻ വരിക. നമ്മുടെ സപ്പോർട്ട് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. നമ്മളാണ് കൊടുക്കേണ്ടത്. കേരളത്തിലാണ്, നമ്മുടെ കേരളത്തിലെ ജനതയാണ്, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്. മാക്സിമം എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.